ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നൊരു ചെറിയ അനുഭവം പങ്കുവയ്ക്കുവാണേ. ഒരിക്കൽ ഒരു സൺഡേ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഒക്ടോബർ മാസത്തിൽ ഒരു കൊന്ത ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഒരു വെള്ളയും ചുവപ്പും മുത്തുള്ള ഒരു കൊന്ത. അത് വാങ്ങിയിട്ട് ഞാൻ എല്ലാ കൊന്തയിലും ഓരോ കുഞ്ഞിൻ്റെ വീതം പേര് ഒരു പേപ്പറിൽ എഴുതിയിട്ട് കൊന്തയോട് ചേർത്ത് ഇങ്ങനെ സ്റ്റാപ്ലർ ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാ കൊന്തയിലും ഓരോരുത്തരുടെ പേരുണ്ട്, പേപ്പറിൽ എഴുതി ക്ലിപ്പ് ചെയ്തതാണ്. എന്നിട്ട് ആ ഓരോ കൊന്ത എടുത്തിട്ട് ആ പേരെഴുതിയ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ജപമാല ചൊല്ലി ആ കൊന്ത തന്നെ കൈപ്പിടിച്ച് ജപമാല ചൊല്ലി സമർപ്പിച്ചു. ഓരോ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് പിന്നെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടു ചെന്ന് അച്ഛൻ എനിക്കത് ബ്ലസ് ചെയ്തു തന്നു. വികാരി അച്ഛൻ എനിക്ക് ബ്ലസ് ചെയ്തു തന്നു. അങ്ങനെ ഒക്ടോബർ മാസത്തിൽ ഒരു ഞായറാഴ്ച കുട്ടികളെല്ലാവരെയും കൂട്ടി ഞങ്ങളുടെ മഠത്തിലൊരു ചെറിയ ചാപ്പലുണ്ട്. അപ്പോൾ അവിടെ പോയി ചെറിയൊരു ആരാധന, ഒരു 15 മിനിറ്റ് നേരം ആരാധനയൊക്കെ നടത്തി. അപ്പം വലിയ അനുഗ്രഹമായിരുന്നു. വികാരി അച്ഛൻ ആ സമയത്ത് അങ്ങോട്ട് വന്നു. എന്നിട്ട് അച്ഛനും പ്രാർത്ഥനയിൽ പങ്കെടുത്തു. എല്ലാ കുട്ടികളുടെയും തലയിൽ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഈ പേരെഴുതിയ കൊന്തകൾ ഞാൻ ഓരോരുത്തർക്കും ഗിഫ്റ്റായിട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം എനിക്കൊരു ഫോൺ വന്നു ഒരു ദിവസം രാവിലെ. അപ്പോൾ ഒരു കുട്ടിയുടെ, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ്റെ അമ്മയാണ് എന്നെ വിളിച്ചത്. അപ്പം ആ അമ്മേനെ എനിക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വിശേഷമൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അപ്പം അവർക്ക് 2 കുട്ടികളാണ്. മോള് ഉണ്ട്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നു. മോനാണ് മൂത്തയാൾ, 5ാം ക്ലാസ്സിലാണ് അന്ന് പഠിക്കുന്നത്. ഞാനന്ന് 5ലാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇവർ 2 പേരും ജോലിക്കാരാണ്. പപ്പയും മമ്മിയും വർക്കിംഗ് ആണ്. അപ്പോൾ വേറെ ആരും ഇല്ല വീട്ടിൽ, ഗ്രാൻഡ് പാരൻസ് ആരും കൂടെ ഇല്ല. അപ്പോൾ ഇവർ 2 പേരും IT ഫീൽഡിലാണ്. അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ പറയുമായിരുന്നു, തലേദിവസം രാത്രി ഒരു 10 മണിയായപ്പോൾ എല്ലാവരും കിടന്നു. അപ്പോൾ ആ സമയത്ത് ഇവളും ഹസ്ബൻഡും കിടക്കാൻ പോയി. മോനും മോളും അപ്പുറത്തെ റൂമിൽ കിടക്കുന്നു. അപ്പോൾ ഇവളും ഹസ്ബൻഡും കിടക്കാൻ പോയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ വഴക്കുണ്ടായി. അപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, തർക്കിച്ചുകൊണ്ടേയിരിക്കുവാണ്. കാര്യം എന്താണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല, അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വഴക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ ശബ്ദം കൂടി വരുവാണ്, അങ്ങനെയാണല്ലോ. അപ്പോൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ ആയിട്ട് ഇവരുടെ വഴക്ക് തീരുന്നില്ല. അപ്പോൾ ഇവർ കിടക്കുന്ന റൂമിൻ്റെ വാതിൽ ഇവർ മുഴുവനായിട്ട് അടച്ചിട്ടില്ല, ഒരു അല്പം തുറന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവളിങ്ങനെ ഈ വഴക്ക് കൂടുന്നതിൻ്റെ ഇടയിൽ ഇവൾ നോക്കിയപ്പോൾ കാണുകയാണ് ഇവരുടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ ഈ വാതിലിൻ്റെ ഫ്രണ്ടിൽ കൂടി നടന്നത് അവൾ കണ്ടു. അപ്പോൾ ആദ്യം അവളങ്ങനെ ശ്രദ്ധിച്ചില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ നടക്കുന്നത് ഇവൾക്ക് ഇങ്ങനെ ആ ഇടയിൽ കൂടി കാണാൻ പറ്റി. അപ്പോൾ ഇവൾ കുറച്ചുകൂടി അവളാകെ ഡിസ്റ്റർബ്ഡായി. അപ്പോൾ അവൾ ഓൾറെഡി വഴക്കിൻ്റെ ഈ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവൾ ഇവിടെ നിന്ന് ഉറക്കെ പറഞ്ഞു, അവൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് പോയി കിടന്ന് ഇറങ്ങിക്കൂടെ, നീ ഇവിടെ എന്തെടുക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ പിന്നെ അവൻ്റെ അനക്കമൊന്നും കേട്ടില്ല. അപ്പോൾ കുറച്ച് നേരം കൂടി തർക്കിച്ച് പിന്നെ മടുത്തിട്ടായിരിക്കും. പ്രശ്നമൊന്നും പരിഹരിക്കപ്പെട്ടില്ലെങ്കിലും 2 പേരും തല്ലുകൂടി മടുത്തിട്ട് ഈ ഹസ്ബൻഡും വൈഫും എന്തായാലും ഉറങ്ങാൻ പോയി. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക്, വർക്കിംഗ് ഡേ ആണ്. അപ്പം രാവിലെ 5 മണിയായപ്പോൾ തന്നെ പിള്ളേർക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ രാവിലെ 5 മണിക്ക് തന്നെ അവൾ എഴുന്നേറ്റു. അവൾ പറയുമായിരുന്നു, അവൾ എഴുന്നേറ്റ് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ആ ഡോറിൻ്റെ ഹാൻഡിലിൽ ഒരു കൊന്ത തൂങ്ങി കിടപ്പുണ്ടായിരുന്നു. 2 ആഴ്ച മുമ്പ് ഞാൻ ആ കൊച്ചിന് സമ്മാനമായിട്ട് കൊടുത്ത കൊന്ത ആ ഡോറിൻ്റെ ഹാൻഡിലുണ്ടായിരുന്നു. എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ ഒരു വലിയൊരു വല്ലാത്തൊരു സങ്കടം തോന്നും മനസ്സിൽ. കാരണം സങ്കടമാണോ സന്തോഷമാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവളിങ്ങനെ പറയുമായിരുന്നു, ടീച്ചർ കൊടുത്ത കൊന്തയുണ്ടല്ലോ, അത് ആ ഹാൻഡിൽ തൂങ്ങി കിടക്കുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ തല്ലുകൂടിയപ്പോൾ അവനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ. ഞാൻ ആ കൊന്ത കൊടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എപ്പോൾ സങ്കടം തോന്നുമ്പോഴും ഈ കൊന്ത എടുത്ത് നിങ്ങൾ കയ്യിൽ പിടിച്ചാൽ നിങ്ങളുടെ ആ സങ്കടത്തിലേക്ക് പരിശുദ്ധ അമ്മ ഉണ്ണീശോയെയും കയ്യിൽ പിടിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും, ആ പ്രശ്നത്തിൽ ഇടപെടും എന്നിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കൊച്ച് അത് 100% അവൻ്റെ ഹൃദയത്തിലേക്ക് എടുത്തു. പപ്പയും മമ്മിയും തമ്മിൽ വഴക്ക് കൂടുമ്പോൾ അവനൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. അവന് കയറി ചെന്ന് അവരോട് മിണ്ടാതിരിക്കാനോ അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാനോ ഒന്നും അവന് പറ്റില്ല. അപ്പോൾ അവൻ ആ സമയത്ത് അവന് ചെയ്യാൻ തോന്നിയ കാര്യം, അവൻ ആ കൊന്തയെടുത്ത് ആ കൊന്ത ചൊല്ലിക്കൊണ്ട് അവരുടെ വാതിലിൻ്റെ മുമ്പിലൂടെ നടക്കുമായിരുന്നു. അമ്മ അവനോട് പോയി കിടന്നുറങ്ങുമെന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്തപ്പോൾ അവന് വേറെ ഒന്നും ചെയ്യാൻ പറ്റാതായപ്പോൾ അവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കൊന്ത അവൻ ആ ഹാൻഡിൽ തൂക്കിയിട്ടു. പരിശുദ്ധ അമ്മയും ഉണ്ണീശോയും കൂടി ആ പ്രശ്നത്തിൽ ഇടപെടട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവൻ ആ ഹാൻഡിൽ തൂക്കിയിട്ടിട്ട് അവൻ്റെ മുറിയിലേക്ക് പോയി. അപ്പോൾ ആ ഒരു കുഞ്ഞിൻ്റെ ആ ഒരു നിഷ്കളങ്കമായൊരു വിശ്വാസം, അത് ശരിക്കും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒത്തിരി സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ഓർക്കുന്ന ഒരു കാര്യമാണ്.
അതുപോലെ തന്നെ പാരൻസ് തമ്മിൽ വഴക്കടിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായിട്ട് നിൽക്കുന്ന മക്കളുടെ ഒരു മുഖവും മനസ്സിൽ ഓർമ്മ വരും. നമ്മളും വഴക്ക് കൂടാറില്ല എന്നല്ല കേട്ടോ. തീർച്ചയായിട്ടും വഴക്ക് കൂടുമ്പോൾ കുട്ടികളെ ഒന്നും ഓർക്കില്ല, നമ്മളുടെ ശബ്ദമൊക്കെ ഉയരും. പക്ഷെ എന്നാലും ആ ഒരു പിക്ചർ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ആ ഒരു അനുഭവം എന്നും ഇങ്ങനെ മായാതെ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ട് ഒന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.